ഞാൻ കൃഷ്ണദാസ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, പാലക്കാട്. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്ന കാര്യം സന്തോഷപൂർവ്വം എല്ലാവരും അറിയിക്കുന്നു. മൈൻഡ് കെയർ എന്നാണ് ഈ ചാനലിൻ്റെ പേര്. വ്യക്തികളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ മനഃശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിപാദിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. വസ്തുതകൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിത് അവതരിപ്പിക്കാൻ പോകുന്നത്. അപകർഷതാബോധം, അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആളെ കൊല്ലും, ആത്മാഭിമാനം ആയുസ് വർദ്ധിപ്പിക്കും. ഇതാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ ടൈറ്റിൽ. അപകർഷതാബോധത്തെ, അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ ചെറുക്കാൻ ആത്മാഭിമാനം, അതായത് സെൽഫ് റെസ്പെക്റ്റ് കൊണ്ട് കവചം തീർക്കേണ്ടതിൻ്റെ ആവശ്യകതയും മാർഗങ്ങളും ഇത് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നിരന്തരമായി മറ്റ് വ്യക്തികളാൽ അപമാനിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവാറുണ്ടോ? നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയാൻ പറ്റാതെ വരാറുണ്ടോ? നിങ്ങൾക്ക് നോ എന്ന് പറയാൻ സങ്കോചമുണ്ടോ? മറ്റുള്ളവരുടെ വിമർശനങ്ങൾ ഭയന്ന് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ത്യജിക്കാറുണ്ടോ? അതായത് ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കാറുണ്ടോ എന്നുള്ള അർത്ഥത്തിൽ. മറ്റുള്ളവരുടെ ഗുഡ് ബുക്സിൽ ഇടം പിടിക്കാൻ ഉള്ള വ്യഗ്രത അമിതമായി നിങ്ങൾ കാണിക്കാറുണ്ടോ? എങ്കിൽ സൂക്ഷിക്കുക. ഇതെല്ലാം നിങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ് ചെയ്യുന്നത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഷോക്ക് പോലെ തോന്നും. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. മേൽപ്പറഞ്ഞ അവസ്ഥകൾക്ക് കാരണം നിങ്ങളുടെ അപകർഷതാബോധമാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് ഫീലിങ്സായ ആത്മനിന്ദ, അരക്ഷിതബോധം, അതായത് ഇൻസെക്യൂരിറ്റി ഫീലിംഗ്, ധർമ്മസങ്കടങ്ങൾ, അതായത് കോൺഫ്ലിക്റ്റും ഡൈലമ എന്ന് പറയുന്ന ആ കാര്യങ്ങൾ എന്നിവയ്ക്ക് വഴിവെക്കുന്നുണ്ട്. നിരന്തരമായി ഈ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഹൃദയത്തിൻ്റെയും ദഹനേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ദഹന പ്രക്രിയ ശരിയായി നടന്നില്ലെങ്കിൽ മെറ്റബോളിക് പ്രോബ്ലംസ് സംജാതമാകുന്നു. അതായത് ആമാശയത്തിൽ നിന്നും പോഷകങ്ങൾ വലിച്ചെടുത്ത് രക്തക്കുഴലുകളിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന പ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നർത്ഥം. ഇപ്രകാരം ബ്രെയിനിൽ, അതായത് തലച്ചോറിൽ ആവശ്യത്തിന് പോഷകങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഹാപ്പിനെസ് ഹോർമോണുകളായ സിറോട്ടോണിൻ, ഡോപ്പമൈൻ എന്നിവയുടെ ഉൽപ്പാദനം മന്ദീഭവിക്കപ്പെടും. തൽഫലമായി ആസ്വദിക്കാനും സന്തോഷിക്കാനുമുള്ള നിങ്ങളുടെ കഴിവ് ക്രമേണയായി നഷ്ടപ്പെടുന്നു. ഉറക്കത്തെയും വിശപ്പിനെയും പ്രതികൂലമായി ബാധിക്കുന്നു. മുൻപ് നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റിയിരുന്ന പാട്ടുകൾ, അതുപോലെ തന്നെ ടി വി പ്രോഗ്രാം, സിനിമ, പിന്നെ അതുപോലെ മറ്റ് കലാ പരിപാടികളൊക്കെയും പഴയതുപോലെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഈവൻ വായനാശീലം പോലും നേരത്തെ നല്ല രീതിയിൽ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക്, അത് ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ പുസ്തക വായന പോലും പഴയ രീതിയിൽ ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ സംജാതമാകുന്നുണ്ട്. ഹാപ്പിനെസ് ഹോർമോണിൻ്റെ കുറവ് രോഗപ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂണിറ്റി, നമ്മുടെ റെസിസ്റ്റൻസ് പവർ എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി ദുർബലപ്പെടുത്തുന്നു എന്നുള്ളത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. അകാരണമായ വിഷാദം, അതായത് ഒരു കാരണമില്ലാതെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന അവസ്ഥ, ഡിപ്രഷൻ, ആത്മഹത്യാ പ്രവണത, സൂയിസൈഡ് ടെൻഡൻസി എന്നിവയ്ക്കുള്ള ഒരു പ്രധാന കാരണം ഈ സിറോട്ടോണിൻ്റെയും ഡോപ്പാമൈൻ്റെയും ഉൽപ്പാദനത്തിലുള്ള കുറവാണ്. ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ ആത്മവിശ്വാസം, അതായത് സെൽഫ് കോൺഫിഡൻസ്, ആത്മാഭിമാനവും സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും വർദ്ധിപ്പിച്ച് തകരാറിലായ നമ്മുടെ ശാരീരിക പ്രക്രിയകളെ പുനരുജ്ജീവിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ലഘുവായ മാനസിക പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും സൈക്കോളജിസ്റ്റിനെയും സൈക്യാട്രിസ്റ്റിനെയും ഒക്കെ കണ്ട് സമയവും എനർജിയും പണമൊക്കെ അനാവശ്യം ചിലവാക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്. അവർ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു പരിധിവരെ നമ്മളുടെ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളുക.
നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ദിവസവും 5 കശുവണ്ടിപ്പരിപ്പ്, 5 ബദാം, 5 പിസ്ത എന്നിവ ഉൾപ്പെടുത്തുകയും മിതമായ എക്സസൈസസ്, ശാരീരിക വ്യായാമം ചെയ്യുകയും ആണെങ്കിൽ ഹാപ്പിനെസ് ഹോർമോണുകളായ സെറോട്ടോണും ഡോപ്പമൈനും ഉൽപ്പാദനം പുനരാരംഭിക്കുകയും അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ പഠനങ്ങൾ മൂലം തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. ഇതിനു പുറമെ ചില മുൻകരുതലുകൾ നിങ്ങൾ എടുക്കേണ്ടതാണ്. നിങ്ങളെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്തവരെ അകറ്റി നിർത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിപ്പോൾ ഏത് സുഹൃത്തുക്കളായാലും ശരി, റിലേറ്റീവ്സ് ആയാലും ശരി, നിങ്ങളുടെ വെൽബീയിങ്ങും നിങ്ങളുടെ ആരോഗ്യമാണ് ഏറ്റവും പരമപ്രധാനം. നിങ്ങൾ അംഗീകരിക്കുക. ഏത് സദസ്സിലായാലും ആത്മവിശ്വാസവും നിർഭയത്വവും സ്ഫുരിക്കുന്ന മുഖഭാവത്തോടെ തല ഉയർത്തിപ്പിടിച്ച് കടന്നു ചെല്ലാൻ ശീലിക്കുക. ഞാനൊരു വിധേയനാണ്, അതായത് ടിമിഡ് പേഴ്സൺ ആണ് എന്നുള്ള മെസ്സേജ് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക. ആ മെസ്സേജ് കൊടുക്കുമ്പോൾ ഇൻറ്റിമിഡേഷന് വേണ്ടി ആൾക്കാർ ചാടി വീഴും. ഈ പറയുന്ന വിധേയത്വം എന്ന് പറയുന്ന ഇൻറ്റിമിഡേഷനുള്ള വളക്കൂറായ മണ്ണാണ്. ഒരിക്കലും നമ്മളായിട്ട് അങ്ങനെ നമ്മളൊരു വിധേയനാണ്, ഒരു പേടിത്തൊണ്ട എന്നുള്ളൊരു ഒരു ബോഡി ലാംഗ്വേജിൽ ആ ബോഡി ലാംഗ്വേജും ആ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങളെ മനസ്സിലാക്കുന്നവരും സമാന ചിന്താഗതിക്കാരുമായി മാത്രം സൗഹൃദം സ്ഥാപിക്കുക. പിന്നെ മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവർ, ബ്യൂറോക്രാറ്റിക് പവർ എന്നിവ കാണിച്ച് നിങ്ങളെ ആരെങ്കിലും ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കുക. ഇൻറ്റിമിഡേഷൻ പറഞ്ഞാൽ അതായത് ആളെ കൊച്ചാക്കുന്ന പരിപാടി. പല ആൾക്കാരും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ടിമിഡാണ് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറി വന്നിട്ട് അവന്മാരുടെ പിന്നെ പൊങ്ങച്ചവും ജാടയും ഒക്കെ കൂടി പിന്നെ നമ്മളെ അടിച്ചേൽപ്പിച്ച് നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മനഃപൂർവ്വം ജനിപ്പിക്കാനുള്ള ടെൻഡൻസി ഈ അടുത്ത കാലത്ത് കൂടിക്കൊണ്ട് വരുന്നുണ്ട്. അത് ഓർത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞതാണ്. അഹങ്കാരം മൂത്ത് ഇപ്രകാരം ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന സാഡിസ്റ്റുകളോടൊരു വാക്ക്. എല്ലാ ആൾക്കാരും ഈ പറയുന്ന അധികാരവും പണവും മസിൽ പവറും പൊളിറ്റിക്കൽ പവറും ഉള്ള എല്ലാവരെയും ഞാൻ അടച്ച് ആക്ഷേപിക്കുന്നില്ല. അതിലങ്ങനെ കുറച്ച് പേരുണ്ട്, അവരെക്കുറിച്ചാണ് പറയുന്നത്. അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ ഈ അധികാരവും ധനവും ആരോഗ്യവും ഒരു നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നത് ശാശ്വതമല്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് പകരം നൽകിയ അപമാനവും മനോവേദനയും ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരു പൊട്ടി പോലും ആ സമയം നിങ്ങൾ ബഹുമാനിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പൂർണ്ണമായി ആത്മാഭിമാനത്തിൽ ജീവിക്കുക എന്നത് തീർത്തും അസാധ്യമാണെന്ന് ഞാനത് അംഗീകരിക്കുന്നു. തീർത്തും നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ 100% ആത്മാഭിമാനത്തോട് കൂടിയിട്ട് എല്ലാ രംഗങ്ങളിലും നമുക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന പിന്നെ ഞാൻ വിചാരിക്കുന്നില്ല. അതിനാൽ അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളുടെ മുൻഗണനാക്രമം, പ്രയോറിറ്റി ലിസ്റ്റ്, മുൻഗണനാക്രമം പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ് എന്നൊക്കെയുള്ള ആ രീതിയിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധയോടെ വേണം തയ്യാറാക്കാൻ. ധനസമ്പാദനം, അധികാരം, പ്രശസ്തി എന്നീ ലക്ഷ്യങ്ങളെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആരോഗ്യവും ആയുസ്സും മനസമാധാനവും വർദ്ധിപ്പിക്കാൻ കഴിയും. പിന്നെ വേറൊരു കാര്യം പറയാം. നമ്മുടെ ജീവിത വിജയത്തിൻ്റെ പട്ടികയിൽ ആൾക്കാർ പൊതുവെ കണക്കാക്കുന്നത് എത്ര വലിയ വീടുണ്ട്, എത്ര വലിയ കാറുണ്ട് എന്ന് മാത്രമേ പുറമേയുള്ളവർക്ക് അറിയുള്ളൂ. പക്ഷേ നമ്മൾ ഈ ജീവിത വിജയം എന്നുള്ള മാനദണ്ഡങ്ങളുടെ കൂട്ടത്തിൽ മനസമാധാനം കൂടി ഉൾപ്പെടുത്തണം. നിങ്ങൾ ഇപ്പോൾ ഒരു 50 വയസ്സ് വരെ ഒരുപാട് അധ്വാനിച്ചിട്ടും മാനസികമായിട്ട് സ്ട്രെയിൻ എടുത്തിട്ടും ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തിട്ടൊക്കെ പണമൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സമാധാനം അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടിയില്ലെങ്കിലോ കഴിഞ്ഞ പ്രവൃത്തികളുടെയൊക്കെ കുറ്റബോധവും അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾക്ക് അപമാനിക്കപ്പെട്ടതിൻ്റെ ഓർമ്മകളൊക്കെ വന്നിട്ട് നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥ കഴിയുമ്പോൾ എന്ത് ജീവിത വിജയമാണുള്ളത്? അപ്പോൾ ജീവിത വിജയം എന്നുള്ളതിൻ്റെ മാനദണ്ഡത്തിൽ മനസമാധാനം എന്നത് പ്രധാനമാണ്. അത് പ്രത്യേകിച്ച് എല്ലാവരും ഓർക്കുക. അപ്പോൾ ഇതിന് ഡിപ്ലോമസി നമുക്ക്, അതായത് നയതന്ത്രജ്ഞത, ഡിപ്ലോമസി നയതന്ത്രജ്ഞത സമർത്ഥമായി പ്രയോജനപ്പെടുത്താം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ
ഇപ്പോൾ ഒരു കാര്യം നടക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് വളരെ കൂടുതലായിട്ട് ഇപ്പോൾ അത്യാവശ്യ കാര്യമാണ്. അപ്പം നമ്മൾ അഹങ്കാരിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കാര്യം നടക്കില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡിപ്ലോമസി നയതന്ത്രം ഉപയോഗിച്ച് ശീലിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് യാഥാർത്ഥ്യം തന്നെയാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.